സിബിൽ സ്കോർ കുറഞ്ഞത് കാരണം ലോൺ കിട്ടാതെ വന്നതോടെ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി ആരംഭിച്ച സൂപ്പർ മാർക്കറ്റ് പൂട്ടേണ്ടി വന്നിരിക്കുകയാണ് യുവ സംരംഭകയായ സ്നേഹലതയ്ക്ക്. നേരത്തെ എടുത്തിരുന്ന ലോൺ കോവിഡ് കാലത്ത് കൃത്യസമയത്ത് അടയ്ക്കാതെ വന്നതോടെയാണ് സ്നേഹയുടെ സിബിൽ സ്കോർ ഇടിഞ്ഞത്. എന്നാൽ ലോൺ അടച്ച് പൂർത്തിയാക്കിയെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ 3 ബാങ്കുകളെ സമീപിച്ചപ്പോഴും സിബിൽ സ്കോർ മാനദണ്ഡമായി മാറുകയായിരുന്നു. ബിസിനസ് സംരംഭങ്ങൾ പൂട്ടിയതോടെ 22 ലക്ഷം രൂപയുടെ ബാധ്യതയുമായാണ് സ്നേഹ ഇന്ന് ജീവിക്കുന്നത്. സ്നേഹയുടെ പ്രതികരണങ്ങൾ. ഞാൻ 2020 എനിക്കൊരു ബിസിനസ്സിന് ആവശ്യമായിട്ട് ഞാൻ 3 ബാങ്കുകളെ ലോണിന് വേണ്ടി സമീപിച്ചിരുന്നു. ആ ലോണുകൾ അതിനു മുന്നേ തന്നെ എനിക്ക് ഒരു 2 വെഹിക്കിൾ ലോൺ ഉണ്ടായിരുന്നു. ഒന്ന് SBIയിലായിരുന്നു എൻ്റെ ECS ചെയ്തിരുന്നത്, ഒന്ന് കാനറ ബാങ്കിലും. ഈ 2 ലോണിനും കൊറോണ സമയത്ത് 2 പ്രാവശ്യം ECS കട്ടായി പോവുകയും അത് എൻ്റെ സിബിലിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബിസിനസ് ആവശ്യത്തിന് ലോണിന് ചെല്ലുമ്പോൾ സിബിൽ സ്കോർ കുറവാണെന്നുള്ള പേരിൽ അവർ ലോണിൻ്റെ ബാക്കി കാര്യങ്ങൾ തന്നെ ഫസ്റ്റ് ലെവൽ ചെക്കിങ്ങിൽ തന്നെ കുറവാണെന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്യുക ചെയ്തത്. ഞാൻ 50 സെൻറ്റ് വസ്തു ഈടായിട്ട് കൊടുത്ത് ലോൺ എടുക്കാനാണ് കൊടാക് മഹീന്ദ്ര ബാങ്കിനെ സമീപിക്കുന്നത്. അതിൽ സിബിൽ സ്കോറിനെ ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ അത് തന്നെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ റിജക്റ്റ് ചെയ്തത് ലോൺ. 2022 ഞാനത് ക്ലോസ് ചെയ്യുമ്പോൾ ടോട്ടൽ കണക്ക് നോക്കി 22 ലക്ഷത്തോളം നഷ്ടമുണ്ടായിരുന്നു. അരുൺ സോളമൻ ചേരുന്നു. അരുൺ, നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്കൊക്കെ ഒരു സംരംഭം തുടങ്ങാൻ തന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു വായ്പ എടുക്കുകയും അതിൻ്റെ സിബിൽ സ്കോർ കാരണം ഒരു വ്യവസായം സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി ഇങ്ങനെ തുടങ്ങുന്ന ഒരു സംരംഭമൊക്കെ തകർന്നു പോവുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എത്ര പ്രതീക്ഷയാണ് അവിടെ അവസാനിക്കുന്നത്, അല്ലേ? ഇതിപ്പോൾ സ്നേഹലതയുടെ മാത്രം കാര്യമല്ലല്ലോ, എത്ര സ്ത്രീകൾ അല്ലെങ്കിൽ എത്ര പുരുഷന്മാർ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടാവും, അല്ലേ? ഇതിപ്പോൾ എന്താണ് അവസ്ഥ? റോഷ്നി, 2022 അവസാനത്തോടു കൂടിയാണ് സ്നേഹലതയുടെ സംരംഭമായിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അടയ്ക്കേണ്ടി വരുന്നത്. ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ നവീകരണത്തിന് ആവശ്യമായിട്ട് 3 ബാങ്കുകളെയാണ് ആ സമയത്ത് സമീപിച്ചത്. യൂണിയൻ ബാങ്ക്, കാനറ ബാങ്കും അതുപോലെ തന്നെ കൊടാക് മഹീന്ദ്ര അടക്കമുള്ള ബാങ്കുകളെ സമീപിച്ചപ്പോൾ ഈ സിബിൽ സ്കോർ ഇടിഞ്ഞത് കാരണം അവർക്ക് ബാങ്കിൽ നിന്നും 15 ലക്ഷം രൂപയുടെ വായ്പ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ബാങ്കിൻ്റെ അധികൃതർ സൂചിപ്പിച്ചത്. ആദ്യത്തെ 2 ബാങ്കുകൾ, അതായത് യൂണിയൻ ബാങ്കിൻ്റെയും കാനറ ബാങ്കിലും എത്തിയപ്പോൾ അവർ പ്രോജക്റ്റ് റിപ്പോർട്ട് സഹിതമാണ് സമർപ്പിച്ചത്. അവിടെ സമർപ്പിച്ചപ്പോൾ ആ പ്രോജക്റ്റ് റിപ്പോർട്ട് പോലും ബാങ്കിൻ്റെ അധികൃതർ നോക്കിയില്ല എന്നുള്ളതാണ് ആ സംരംഭം പങ്കുവച്ചിരിക്കുന്നത്. കാരണം ഇവരുടെ സിബിൽ സ്കോർ മാത്രമാണ് ലോൺ നൽകാനായിട്ട് മാനദണ്ഡമായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സ്നേഹലത നമ്മളോട് പങ്കുവച്ചത്. അതിന് ഉപരിയായിട്ട് അവർക്കൊരു 50 സെൻറ്റിൻ്റെ ഭൂമി ഉണ്ടായിരുന്നു. ആ ഭൂമിയുടെ പ്രമാണം ഈടായി നൽകിക്കൊണ്ട് കൊടാക് മഹീന്ദ്രയെ സമീപിച്ചുവെങ്കിലും അവരും ആ ഈട് പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കുകയായിരുന്നു. 25 ലക്ഷം രൂപയുടെ സംരംഭമാണ് 2022 ഡിസംബർ മാസത്തോടുകൂടി പൂട്ടിക്കെട്ടേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇപ്പോൾ 2.5 വർഷമായി സ്നേഹലതയ്ക്ക് മറ്റൊരു സംരംഭം ആരംഭിക്കാൻ കഴിയാതെ 22 ലക്ഷം രൂപയുടെ കടബാധ്യതയുമായിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ ജീവിതം മാറിയിരിക്കുന്നു. ഇതിനിടയിൽ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിൽ മുദ്രാ ലോണിനെ വേണ്ടിയിട്ട് സമീപിച്ചു. അവിടെയും ആ സ്നേഹലത വഞ്ചിക്കപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. 10 ലക്ഷം രൂപ ലോണായി മുദ്രാ ലോൺ അനുവദിച്ചുവെങ്കിലും ഇടനിലക്കാരൻ ആ 10 ലക്ഷം രൂപയും തട്ടിയെടുത്തുകൊണ്ട് മുങ്ങി. ഇന്നിപ്പോൾ നെടുമങ്ങാട് അതിപ്പോൾ പോലീസ് കേസ് ആയി നിൽക്കുമ്പോഴും ആ പൈസ ഇതുവരെയും തിരികെ കിട്ടാത്തൊരു അവസ്ഥയിലാണ്. ഇങ്ങനെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഒരു സംരംഭം ആരംഭിക്കണമെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വലിയൊരു നിശ്ചയദാർഢ്യത്തിന് പുറമെ സാമ്പത്തികമായിട്ടും മറ്റ് ഇതുപോലുള്ള ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ പിന്തുണ അവർക്ക് കൂടിയേ തീരുവള്ളൂ. കുടുംബത്തിന്റെ പിന്തുണയ്ക്ക് അപ്പുറം ധനകാര്യ സ്ഥാപനങ്ങളുടെ പിന്തുണ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അവിടെയാണ് സ്നേഹലത ഒറ്റപ്പെട്ടു പോയത്. വളരെയധികം പ്രയാസത്തിലൂടെയാണ് ഈ നാളുകളിലൊക്കെയും കഴിഞ്ഞു പോകുന്നത്. കാരണം 22 ലക്ഷം രൂപ ഇനി എങ്ങനെ അടയ്ക്കും എന്നുള്ളത് ആലോചനയിൽ തന്നെയാണ് ഈ ജീവിതം ഇപ്പോൾ സ്നേഹലത മുന്നോട്ട് പോകുന്നത്. റോഷ്നി, തീർച്ചയായും സ്നേഹലത നേരിടുന്ന വിഷയമാണ് അരുൺ സോളമൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്. ഇപ്പോൾ